ഇപ്പോൾ SAT ആശുപത്രി സൂപ്രണ്ട് മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ രോഗാവസ്ഥയിലോട്ട് പോകാനുമുള്ള സാധ്യതയുണ്ട്. അതാകാനാണ് ഈ ഒരു കുഞ്ഞിന് സംഭവിക്കാൻ സാധ്യത കൂടുതൽ. അങ്ങനെ ഒരു ഇതിൽ കാണുന്നില്ല. കാര്യം ഒന്ന് ആദ്യമേ പറയട്ടെ, ഈ കുട്ടികളുടെ കടിച്ചിരിക്കുന്ന ആഴത്തിലാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഈ കുട്ടിയുടെ കാര്യത്തിൽ ഈ ക്യൂബിറ്റൽ ഫോസയില് കടിച്ചിരിക്കുന്ന ഈ ഭാഗത്ത് വലിയ നെർവ്സ് ഉണ്ട്. അപ്പൊ ഈ നെർവ്സിൽ കയറിക്കഴിഞ്ഞാൽ വാക്സിന്റെ എഫക്ട് വരുന്നതിന് മുമ്പ് തന്നെ ഇത് തലച്ചോറിലെത്തും. എന്ന് വെച്ചാൽ ഡോക്ടർ അരവിന്ദ് അതിന്റെ വിശദാംശങ്ങൾ പറയും. ഒരു ഇഞ്ച് വെച്ചാണ് ഒരു ദിവസം ഇത് മൈഗ്രേറ്റ് ചെയ്യണത്. അപ്പൊ ഇതിന്റെ എഫക്ട് വരുന്നതിന് മുമ്പ് തന്നെ ഇതിന് ഒരു പക്ഷേ തലച്ചോറിൽ എത്തിക്കാണും. അതാണ് നമ്മൾ ഇതിന് ക്വാറന്റൈൻ്റെ ആവശ്യമില്ല. ക്വാറന്റൈൻ്റെ ആവശ്യമില്ല. ആരും അങ്ങനെ സജസ്റ്റ് ചെയ്യാറുമില്ല. പ്രതിരോധ വാക്സിൻ നമ്മൾ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ ആഴത്തിലുള്ള കടിയായതുകൊണ്ട് തലച്ചോറിനെ ബാധിച്ചിട്ടുണ്ടാകാം എന്നാണോ, അതോ തലച്ചോറിനെ ആഴത്തിലുള്ള മുറിവായതുകൊണ്ട് പ്രതിരോധ വാക്സിൻ കൊടുക്കുന്നതുകൊണ്ട് ഒരു കാര്യമില്ലാതായി വന്നതാണോ? റേബീസ് ഒരു നെർവ് വഴി ബ്രെയിനിലോട്ടും സ്പൈനൽ കോഡിലോട്ടും എത്തുന്നൊരു വൈറസാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ കൊച്ചുകുട്ടികളിൽ സാധാരണ അതിൽ ഫേസിൽ നല്ല കടി അല്ലെങ്കിൽ നെക്കിന്റെ ഏരിയയിൽ, കയ്യിൽ, ഈ ഏരിയയിലുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ നെർവിന്റെ സാന്ദ്രത കൂടിയ സ്ഥലങ്ങളാണ്. അപ്പം ഡയറക്റ്റ് ആയിട്ട് നെർവിൽ കടി കിട്ടാനൊരു സാധ്യതയുണ്ട്. അപ്പൊ നെർവിൽ കടി കിട്ടിക്കഴിഞ്ഞാൽ നേരത്തെ സാറ് സൂചിപ്പിച്ച പോലെ 50 to 100 millimeters വെച്ചിട്ടാണ് ഈ വൈറസ് ഇങ്ങനെ പ്രോഗ്രസ് ചെയ്ത് സ്പൈനൽ കോഡിലും ബ്രെയിനിലും എത്തുന്നത്. വാക്സിൻ കൊടുത്തു കഴിഞ്ഞാൽ വാക്സിൻ ആക്ട് ചെയ്യാൻ കുറച്ച് ആക്ച്വലി സമയമെടുക്കും. അതിന് മുന്നേ ഒരു നെർവിൽ കടി കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു റെയർ സിറ്റുവേഷൻ ആണ്. പക്ഷെ കുട്ടികളുടെ കാര്യത്തിൽ ഇത് ഉണ്ടാകാൻ പറ്റും. പ്രത്യേകിച്ച് കൈയിലും ഫേസിലും ആണെങ്കിൽ ഇത് സംഭവിക്കും. അപ്പൊ ഇതിനു വേണ്ടിയാണ് നമ്മൾ ഇമ്യൂണോഗ്ലോബുലിനും കൂടെ ഇതിന്റെ കൂടെ ആക്ച്വലി കൊടുക്കുന്നത്. എന്നാൽ പോലും ഡയറക്റ്റ് ആയിട്ട്, ഇപ്പം ഈ കുട്ടിയുടെ കാര്യത്തിൽ തന്നെ അമ്മ പറഞ്ഞത് ഡീപ്പായിട്ടുള്ള ഒരു മുറിവായിരുന്നു എന്നാണ്. അപ്പൊ ഇവിടെയൊക്കെ നല്ല ഈ ഞരമ്പിന്റെ സാന്ദ്രത കൂടിയ സ്ഥലങ്ങളാണ്. ഡയറക്റ്റ് ആയിട്ടാണ് ആ പല്ല് നെർവിലോട്ട് പതിക്കുകയാണെങ്കിൽ വൈറസ് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വാക്സിൻ കൊണ്ടുണ്ടാക്കുന്ന ആന്റിബോഡീസിന് അതിനെ തടയാൻ കഴിയത്തില്ല. വാക്സിന്റെ എഫക്റ്റീവ്നെസ് എന്നുള്ളതല്ല, മൾട്ടിപ്പിൾ ബൈറ്റ് അത് ആഴത്തിലുള്ള മുറിവുകളാണെങ്കിൽ നെർവിലോട്ട് കയറാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ചും കുട്ടികൾക്കാണ് ഈ പ്രോബ്ലംസ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. കാരണം കാലിക്കറ്റിലെ കുട്ടിയാണെങ്കിലും ഫേസിലൊക്കെ ഫുൾ ഡീപ്പ് ബൈറ്റ്സ് ആയിരുന്നു, നെക്കിലും ഒക്കെ നല്ല ബൈറ്റ്സ് ആണ്. ഈ കുട്ടിക്കും ആഴത്തിലുള്ള ഒരു കടിയാ കിട്ടിയിരിക്കുന്നത്. അപ്പൊ അത്തരം സാഹചര്യങ്ങളിലാണ് അപൂർവമായിട്ട് ഈ വാക്സിന്റെ ഫെയിലുവർ എന്ന് നമ്മൾ പറയുന്നത്. അതൊരു പബ്ലിക് ഹെൽത്തിൽ കറക്റ്റ് അല്ല. വാക്സിന്റെ ആന്റിബോഡീസിന് ഈ വൈറസിനെ ന്യൂട്രലൈസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ വൈറസ് നെർവിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകാൻ കഴിയും. ഇതില് വാക്സിൻ കൊടുക്കുമ്പോൾ അത് ആന്റിബോഡീസ് ജനറേറ്റ് ചെയ്യും. അപ്പൊ ആ ഒരു ജനറേറ്റ് ചെയ്യുന്ന ടൈമുണ്ട്. അപ്പൊ അതിനാണ് നമ്മൾ ഈ 4 ഡോസായിട്ടൊക്കെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോ ആ ആന്റിബോഡീസ് ഫോം ചെയ്ത് വേണം ഇതിനെ അറ്റാക്ക് ചെയ്യാൻ. അപ്പോൾ അതിനു മുമ്പ് തന്നെ ഇത് തലച്ചോറിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിന് നമുക്ക് ഒരു നിയന്ത്രണം ഉണ്ടാവില്ല. അവിടെയാണ് ഈ 2 കേസിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. അങ്ങനെയാണ്. അപ്പോൾ ലോക്കൽ അത് കൊടുത്തു കഴിഞ്ഞാൽ എത്ര സമയത്തിനുള്ളിലാണ് അതിന്റെ ഒരു ഫലപ്രാപ്തി, ആന്റിബോഡി രൂപീകരിക്കുകയോ അല്ലെങ്കിൽ അത്തരം ഫലപ്രാപ്തിയിലേക്ക് എത്തുക? ഇമ്യൂണോഗ്ലോബിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് വൈറസിനെ ലോക്കലി ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഈ വാക്സിന് ടൈം എടുക്കുള്ളൂ ആന്റിബോഡി ജനറേറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പൊ അതിനൊരു കാലപരിധി എന്നുള്ളതല്ല, ഇമ്മീഡിയറ്റ് ആയിട്ട് ആ വൈറസിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഇമ്യൂണോഗ്ലോബിൻ യൂസ് ചെയ്യുന്നത്. അവിടെയും ഈ കടി നല്ല ആഴത്തിലാണെങ്കിൽ ഒരു പ്രോബ്ലം ഉണ്ട്. കാരണം നെർവിൽ കയറി കഴിഞ്ഞാൽ ഇമ്യൂണോഗ്ലോബിൻ ഈ ഏരിയയിലുള്ള സ്കിന്നിന്റെ അടിയിലാണ് ഇൻഫിൽട്രേറ്റ് ചെയ്യുന്നത്. നെർവിൽ കയറി കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം വരും. അപ്പൊ ആ നെർവിൽ കയറാൻ സാധ്യതയുള്ള ബൈറ്റ്സ് ഈ ഏരിയസിലാണ് വരുന്നത്. പിന്നെ ഒത്തിരി ബൈറ്റ് വരുമ്പോൾ അറിയാലോ, നമ്മള് കുട്ടികളുടെ കാര്യം അറിയാലോ, ഒത്തിരി ബൈറ്റ് വരുമ്പോഴേക്കും കാലിക്കറ്റിലെ കുട്ടികളും ഒത്തിരി ബൈറ്റ് ഉണ്ട്. അപ്പം എത്രത്തോളം ഇൻഫിൽട്രേറ്റ് ചെയ്യേണ്ടി വരും, അത്രത്തോളം ഒക്കെ ശ്രമിച്ചിട്ടും ഇത്തരം ഫെയിലുവേഴ്സ് വളരെ അപൂർവമായിട്ട് ഉണ്ടാകാറുണ്ട്. ഇല്ല, ഇതില് നമ്മുടെ കമ്മ്യൂണിറ്റി മെഡിസിൻ തന്നെ ഒരു ഡോക്ടർ ഒരു 200ഓളം കേസുകൾ സ്റ്റഡി ചെയ്തിട്ടുണ്ട്. ആന്റിബോഡി ഈ എല്ലാം വാക്സിൻ എടുത്തു വരലും ആന്റിബോഡി നന്നായിട്ട് തന്നെ ഫോം ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ആശങ്ക വേണ്ട.
അത് പ്രോപ്പറായിട്ട് തന്നെയാണ് അതിന്റെ ഒരു പ്രോസസ്സ് ഫോളോ ചെയ്ത് പോയിട്ടുള്ളതും. ഈ വാക്സിൻസിന്റെ എഫക്റ്റീവ്നെസ്സും നമുക്കുണ്ട്. ആക്ച്വലി നമ്മുടെ സ്റ്റഡീസ് എല്ലാം കാണിക്കുന്നത് ഈ വാക്സിൻ വളരെ എഫക്റ്റീവാണ്. ആന്റിബോഡി ജനറേറ്റ് ചെയ്യാൻ അവർ നല്ല രീതിയിൽ ആന്റിബോഡി ജനറേറ്റ് ആവുന്നുമുണ്ട്. മൂന്ന് സംശയമാണുള്ളത്. ഒന്ന്, ഈ രണ്ട് കുട്ടികൾ മാത്രമല്ല കേരളത്തിൽ മരിക്കുന്നത് 15 വയസ്സിൽ താഴെയുള്ള 40% പേരും മരിക്കുന്നു. അപ്പോൾ അതില് കഴുത്തിലും തലയിലും മുഖത്തും ഒക്കെ മാരകമായി കടിപിടിച്ച് ഒരുപാട് കുട്ടികൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. പണ്ട് 2 പേരെയും മരിച്ചിട്ടുണ്ട്. അത് ഒരു നേട്ടമാണ്. വാക്സിൻ കുഴപ്പമില്ലാന്ന് സുനീല ഗാർഗ് കേരളത്തിൽ വന്നപ്പോഴും നമ്മുടെ കേരള സർക്കാർ DME നേതൃത്വം നടത്തിയ കമ്മിറ്റി പറഞ്ഞിട്ടുണ്ട് വാക്സിൻ കുഴപ്പമില്ല. സുനീൽ നടത്തിയ പരിശോധന വാക്സിന് കുഴപ്പം. പിന്നെയുള്ള 2 സാധ്യത വാക്സിൻ സൂക്ഷിക്കുന്നതിനും വാക്സിൻ അഡ്മിനിസ്ട്രേറ്റ് ചെയ്തതിനായിരിക്കാം. ഇൻട്രാഡെർമൽ ആണെങ്കിലും ഈ 2 കാര്യവും പരിശോധിക്കേണ്ട കാര്യമുണ്ട്. അതിന് പ്രോപ്പർ ട്രെയിനിങ് വേണമെന്ന് സെൻട്രൽ ഗവൺമെന്റ് സമിതി പറഞ്ഞിട്ടുണ്ട്. സിറ്റിസൺസിന് പ്രോപ്പർ ട്രെയിനിങ് വേണമെന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത് വൂണ്ട് വാഷ് ചെയ്യുന്ന കാര്യത്തിലും അഡ്മിനിസ്ട്രേഷന്റെ കാര്യത്തിലും എഡ്യൂക്കേഷൻ വേണമെന്നും ആ റിപ്പോർട്ടിനകത്ത് പറയുന്നത്. ഈ 2 കാര്യത്തിൽ എന്താണ്? ഇത് സ്റ്റാൻഡേർഡ് ഗൈഡ് ലൈൻസ് പ്രകാരമാണല്ലോ നമ്മുടെ ഈ ട്രീറ്റ്മെന്റും എല്ലാം പോകുന്നത്. അപ്പൊ അതില് ആ ഒരു കാര്യത്തിൽ ഇംപ്ലിമെന്റേഷനിൽ നമ്മൾ വളരെ വ്യക്തമായിട്ട് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ബിക്കോസ് എല്ലാവരും ട്രെയിൻഡ് ആണ്. ഈ വാക്സിൻ എടുക്കാൻ എല്ലാവരും ട്രെയിൻഡ് തന്നെയാണ്. കൊടുക്കുന്നവരെല്ലാവരും ട്രെയിൻഡ് തന്നെയാണ്. പക്ഷെ ഇതേപോലെ തന്നെ ഈ നാടികളിൽ കടിയേറ്റ പലരും രക്ഷപ്പെടുന്നുണ്ടല്ലോ. അത് ആക്ച്വലി വളരെ ഡീപ്പ് ഉണ്ടായിട്ടുള്ള രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പം നെർവിന്റെ ഡെൻസിറ്റി എവിടെ അതുപോലെ ഇരിക്കും. എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ കാലിൽ ഒരു വലിയൊരു കടി കിട്ടിയാലും ഇത്രത്തോളം ഒരു പ്രശ്നം വരാൻ ചാൻസ് ഇല്ല. ഉണ്ടായിട്ടുള്ള ഒത്തിരി പേര് രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ഈ സാറ് പറഞ്ഞ ഈ ചോദ്യത്തിനുള്ള ഉത്തരം തന്നെയാണ്. കാരണം 2022 ഇതേ സാഹചര്യമായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. അതിന് പിന്നെ നമ്മൾ സ്റ്റേറ്റ് കമ്മിറ്റിയെ വെച്ചു. അതിന് എക്സ്റ്റേണൽ എക്സ്പേർട്സ് ഉണ്ടായിരുന്നു, നിംഹാൻസിന്റെ എക്സ്പേർട്സ് ഉണ്ടായിരുന്നു.